വിധ മരണമുണ്ട്. ഒന്ന് ആത്മീക മരണം, സ്പിരിച്വൽ ഡെത്ത്. രണ്ട് ഫിസിക്കൽ ഡെത്ത്, ശാരീരിക മരണം. മൂന്നാമത് ഇറ്റേണൽ ഡെത്ത്, നിത്യമരണം. ഹല്ലേലൂയ. അപ്പോൾ ആ ഏദേനിൽ വെച്ച് ലഭിച്ചത് ആത്മീക മരണം. ഈ ആത്മീക മരണമാണ് നിത്യമരണത്തിലേക്ക് നയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മീക മരണം ഏദേനിൽ വെച്ച് സംഭവിച്ചു. ഈ മരിച്ചപ്പോൾ സ്തോത്രം ആ ശരീരത്തെ കൊണ്ട് അടക്കം ചെയ്തില്ല. ആത്മീക മരണം സംഭവിച്ചപ്പോൾ ശരീരത്തെ ഭൂമിയിൽ അടക്കം ചെയ്തില്ല. കർത്താവ് പറഞ്ഞു, നിന്റെ ശരീരം മണ്ണിൽ നിന്ന് എടുത്തിരിക്കിയാൽ മണ്ണിലേക്ക് ചേരും. പക്ഷേ ആത്മീക മരണം സംഭവിച്ചപ്പോൾ ആ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ അവനെ മണ്ണിൽ അടക്കം ചെയ്തില്ല. ഇപ്പോൾ അവർ ഓടി ഒളിച്ചു. ആദമേ നീ എവിടെ? ഞങ്ങൾ നഗ്നരാഗം കൊണ്ട് ഒളിച്ചിരിക്കുന്നു. വിളിച്ചു, ശപിച്ചു. അപ്പോഴാണ് ആ ശാപം മനുഷ്യൻ ഉണ്ടായി. ഫിസിക്കൽ ഡെത്ത് ഉണ്ടാകുവാൻ വേണ്ടി ദൈവം ശാപം കൊടുത്തത്. ആമേൻ. നീ മരിച്ച പൊടിയിലേക്ക് ചേരും, നിന്നെ മണ്ണിൽ നിന്ന് എടുത്തിരിക്കാൻ മണ്ണിലേക്ക് തിരികെ ചേരും എന്ന്. ഹല്ലേലൂയ. ബൈബിളിൽ പറയുന്നു അങ്ങനെ രണ്ടാമത് വന്നതാണ് ശാരീരിക മരണം. ഈ ശാരീരിക മരണം ഈ ആത്മീക മരണവും അന്ന് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ശാരീരിക മരണം മാറണം. ഇനി മൂന്നാമത് മരണത്തിൽ നിന്ന് മരണത്തിലേക്കും ശാരീരിക മരണത്തിൽ നിന്ന് നിത്യമരണത്തിലേക്കും പോകും. അപ്പോൾ ആത്മീകമായി മരിച്ചവൻ അതിൽ ഉദ്ധാരണം പ്രാപിക്കാതിരുന്നാൽ അവൻ ശാരീരിക മരണത്തിലേക്ക് പോകും, അടുത്ത് നിത്യമരണത്തിലേക്ക് പോകും. നിത്യമരണം ഏതാണ്? വേദപുസ്തക വചനത്തിൽ പറയുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കൾ തള്ളിയിടും. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഹല്ലേലൂയ. ആരായാലും ശരി, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കൾ തള്ളിയിടും. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അപ്പോൾ ആത്മീക മരണം, അത് മുഖാന്തരം ശാരീരിക മരണം, അതിനെ തുടർന്ന് നിത്യമരണം.